നമസ്കാരം. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ നല്ലൊരു ശതമാനവും ഈശ്വരവിശ്വാസികളാണ്, അല്ലെങ്കിൽ ആ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നവരാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊന്നും ഒരിക്കലും ഇവർ പരസ്യമായിട്ട് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുന്ന ചിത്രങ്ങളോ മറ്റോ ഒന്നും സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവെക്കില്ല. വളരെ രഹസ്യമായിട്ട് മാത്രം ചെയ്യുന്ന കാര്യങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് CPM-ൻ്റെ സെക്രട്ടറി ആയിരുന്ന ആൾ തന്നെ പൂമൂടൽ ഒക്കെ ചെയ്തു എന്ന തരത്തിലൊക്കെ വിവാദമൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവരിൽ നല്ലൊരു ശതമാനത്തിനും ദൈവവിശ്വാസമുണ്ട്, ക്ഷേത്രത്തിലും പള്ളിയിലുമൊക്കെ പോകുന്നവരാണ്. പക്ഷേ അവർ പുറമെ അത് സമ്മതിക്കാറില്ല. അക്കാലം അത്രയും, അതായത് അത് മറ്റ് ചിലരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നായിരുന്നു അവർ നടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ആ ട്രെൻഡ് ഒന്ന് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും CPM അനുകൂലികളായിട്ടുള്ളവരാണ് അത് പ്രകടമായിട്ട് കാണിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിത്രം നോക്കുക. ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയെന്ന് വരില്ല. ദീപാ നിശാന്ത് എന്നാണ് ഈ ടീച്ചറുടെ പേര്. ഇവർ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ അധ്യാപികയാണ്. അവരെ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കേരളത്തിൻ്റെ ആസ്ഥാന ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ഇവർക്ക് പേരിട്ട് കൊടുത്തിരിക്കുന്നത്. കോപ്പി ക്യാറ്റ് എന്നാണ്. കാരണം നിരവധി തവണ, ഒന്നിലധികം തവണ മറ്റുള്ളവരുടെ സൃഷ്ടികൾ കോപ്പി അടിച്ച് സ്വന്തമാണെന്ന തരത്തിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ കുപ്രസിദ്ധി നേടിയ ഒരു വ്യക്തിയാണ്. മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷമായിട്ട് സംഘപരിവാറിനെതിരെയും അവരുടെ വിശ്വാസങ്ങൾക്കെതിരെയുമൊക്കെ നിരന്തരം പോരടിച്ചുകൊണ്ടിരുന്ന, അതുകൊണ്ട് തന്നെ മാത്രം നിത്യേന ഏറിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പൊങ്ങികളും സംഘികളുമൊക്കെ അവരെ നിരന്തരം ട്രോളുമായിരുന്നു. കാരണം ഇവർ ഈ ചെയ്യുന്നതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് എന്ന് വ്യക്തമായിരുന്നു. അങ്ങനെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പോരാളിയായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്തുള്ള ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം ഉണ്ടല്ലോ, അവിടെ ദർശനം നടത്തിയിരിക്കുന്ന ആ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ പങ്കുവെക്കാനുള്ള ധൈര്യം കാണിച്ചിരിക്കുകയാണ്. ഇവർക്ക് എങ്ങനെ ഇത്രയും ധൈര്യം വന്നു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ആ ധൈര്യം ഉണ്ടാക്കി തന്നത് സംഘികളാണ് എന്ന തരത്തിൽ വരെ അവർ പറയുന്നുണ്ട്. കാരണം നേരത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരുന്നവരോ ഒന്നും ഇങ്ങനെ ചെയ്യില്ലായിരുന്നു. അവർ പോകും, രഹസ്യമായിട്ടൊക്കെ പോകും, തൊഴുകയൊക്കെ ചെയ്യും, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരിക്കലും അവർ പുറത്ത് പറയില്ലായിരുന്നു. കാരണം പുറത്ത് പറഞ്ഞാൽ വേറൊരു കൂട്ടർക്ക് ഇഷ്ടപ്പെടില്ല എന്നൊരു തെറ്റായ ധാരണയിലാണ് അവരത് ചെയ്തുകൊണ്ടിരുന്നത്. കയ്യിൽ രാഗി കെട്ടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കൂടിയും അത് കെട്ടില്ലായിരുന്നു. നെറ്റിയിലൊരു ചന്ദനം പോലും തൊടാൻ പേടിയായിരുന്നു അവർക്ക്. കാരണം മറ്റു ആളുകൾ അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേക കൂട്ടർ എന്ത് ധരിക്കും, അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടാതാവുമോ, ഇങ്ങനെയൊക്കെയുള്ള ചില തെറ്റിദ്ധാരണയായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ റിസൾട്ട് വന്നതിന് ശേഷം CPM-ന് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരുന്ന ഹൈന്ദവ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും BJP-യിലേക്ക് പോയി എന്ന തിരിച്ചറിവ് ഉണ്ടായതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായി നിൽക്കുന്ന പ്രമുഖരെ കൊണ്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ദീപാ നിശാന്താണ് ഈ ഫോട്ടോ ഇട്ടിരിക്കുന്നതെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലല്ലു എന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തകനുണ്ട്. വലിയ കമ്മിയാണ്, കമ്മ്യൂണിസ്റ്റ് മെമ്പർഷിപ്പൊന്നുമില്ല, പക്ഷേ കമ്മി അനുഭാവിയാണ്, കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ്. അയാൾക്ക് എന്തോ ഒരു ഗുരുതരമായിട്ടുള്ളൊരു അസുഖബാധിതനൊക്കെ ആയിരുന്നു. അതിനുശേഷം അയാൾക്ക് ഭയങ്കര ഭക്തിയാണ്. 3 മണിക്കൂറൊക്കെയാണ് അയാൾ ഗുരുവായൂരിൽ പോയിട്ട് ഭാര്യയുമായിട്ട് ക്യൂ നിന്നിട്ടൊക്കെയാണ് ഗുരുവായൂരപ്പനെ കാണുന്നത്. മാസത്തിൽ തന്നെ ഒന്നിലധികം തവണയൊക്കെ പോകുന്ന വളരെ വിചിത്രമായ രീതിയിലുള്ള ഭക്തി മാർഗ്ഗത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു ലല്ലുവിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ സാമൂഹിക രംഗം തന്നെ തീർത്തും മാറിയിരിക്കുന്നുവെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാം. ഒരു 10 വർഷത്തിന് മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ നന്ദഗോവിന്ദം ഭജൻസ് പോലുള്ളവർ ഇവിടെ വലിയ ഓളം തന്നെ സൃഷ്ടിക്കുന്നു. അതിനൊപ്പം തന്നെ ഇവിടെ ഒരു കുംഭമേള നടന്നാൽ, അല്ലെങ്കിൽ ഈ മഹാമാഘം നടന്നു കഴിഞ്ഞാൽ ഒരു പടതയും വലിച്ചു കെട്ടി 4-5 സന്യാസിമാരും കാണും, 8-10 പേരൊക്കെ കാണും. മലപ്പുറക്കാർക്ക് കുറച്ച് സോഡ വയ്ക്കാം എന്നല്ലാതെ ഇതിനപ്പുറം ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞെടുത്ത് ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേർന്ന ഒരു കാഴ്ച മലയാളി അമ്പരപ്പോട് കണ്ടു. പ്രബുദ്ധതയൊക്കെ ഇതുവഴിയേ പോയത് എന്നറിയില്ല. ഈ പ്രബുദ്ധത തന്നെ ഒരു കപടതയാണെന്ന് നമുക്കറിയാൻ മേലഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ സാമൂഹിക അന്തരീക്ഷം തന്നെ മാറി നിൽക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യം കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ വെച്ച് തുടങ്ങുന്നു. ഇനി കമ്മ്യൂണിസ്റ്റ് സെക്രട്ടറിയും ഒരുപക്ഷെ മുഖ്യമന്ത്രി വരെ ഇതേപോലെ ഈ ശബരിമലയിലും ഗുരുവായൂരിലും ഒക്കെ പോയി നിന്ന് ഈ കൈകെട്ടാതെ അല്ലെങ്കിൽ തൊട്ട് മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വന്നാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ അവർ ഇതിനൊന്നും മുതിരില്ലായിരുന്നു. അല്ലാതെ ഭക്തി കൊണ്ട് മാത്രമല്ല, വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്.